Hi students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗേറ്റിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ. പ്രൈമറി ഗേറ്റ്സ് ആണ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഗേറ്റ്സ് ആയിട്ടുള്ള ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്, പിന്നെ ഈ നാൻഡ് ഗേറ്റിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചിരുന്നു. നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ് ഫോളോഡ് ബൈ നോട്ട് ഗേറ്റ് ആണ്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ട സിമ്പിളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ദ സിമ്പിൾ, the upward arrow mark, upwardലേക്കുള്ള ഒരു arrow mark ആണ് നമ്മൾ നാൻഡ് ഗേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് സിമ്പിൾ ഈസ് ദി ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ ആണ്. ആൻഡ് ഗേറ്റ് ഫോളോഡ് ബൈ നോട്ട് ഗേറ്റ്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ചെറിയൊരു സർക്കിൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഗേറ്റ് ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞോടെ തന്നെ അത് നമ്മൾ നോട്ട് ചെയ്യണം. ആൻഡിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് മിനിമം 2 ഇൻപുട്ട്സ് നമ്മൾ കൊടുത്തിരിക്കണം അല്ലേ, 2 ഇൻപുട്ട്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ആൻഡ് ഗേറ്റിലൂടെ ഈ 2 ഇൻപുട്ടും കടന്നു പോകുമ്പോൾ നമ്മുടെ റിസൾട്ട് എന്താ കിട്ടുക? എ ആൻഡ് ബി ആണ്. പിന്നെ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യാണ്. കോംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എ ബി ഓൾ കോംപ്ലിമെൻ്റ് എന്ന് ലഭിക്കും. അപ്പോൾ ഇവിടെ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എ കോംപ്ലിമെൻ്റ് ഓർ ബി കോംപ്ലിമെൻ്റ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഇതെന്താണ്? നാൻഡ് ആണ്, ഈ ഒരു അപ്വേർഡ് ആരോ മാർക്ക്. ദ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഓഫ് എ 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോളോയിങ് ട്രൂത്ത് ടേബിൾ. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ 2 വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ദ മാക്സിമം പോസിബിൾ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് 2⁻², ദാറ്റ് ഈസ് 4. അപ്പോൾ എന്തൊക്കെയാണ് കോമ്പിനേഷൻ? 0 0 0 1 1 0 1 1. ഓക്കെ, അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് എഴുതേണ്ട രീതിയും ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ 0 0 സ്റ്റാർട്ട് ചെയ്യുക. ദെൻ അതിനോടൊപ്പം എന്ത് ചെയ്യുക? നമ്മൾ 1 എന്ത് ചെയ്യുക? ബൈനറി 1 ആഡ് ചെയ്യുക. ബൈനറി 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കോമ്പിനേഷൻ കിട്ടും. അതിനോടൊപ്പം വീണ്ടും ബൈനറി 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കോമ്പിനേഷൻ കിട്ടും. അതിനോടൊപ്പം വീണ്ടും 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കോമ്പിനേഷൻ കിട്ടും. അപ്പോൾ എല്ലാം ഓൾ 1 ആവുന്നത് വരെ, ഓൾ വേരിയബിൾ എന്താണ് വാല്യൂസ് ബിക്കംസ് 1 ആവുന്നത് വരെ നമ്മൾ ഈ എന്താണ് ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇത്രയും പോസിബിൾ ആയിട്ടുള്ള 4 കോമ്പിനേഷൻസ് കിട്ടും. കാരണം ഇവിടെ 2 വേരിയബിൾസിൻ്റെ കേസസിൽ. ഓക്കെ, 3 വേരിയബിൾസിൻ്റെ കേസിൽ 2⁻³ ആയിരിക്കും വരിക. ഓക്കെ, 2⁻n ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എ അപ്വേർഡ് ഫിഗർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ വായിക്കുക? നമ്മൾ എ നാൻഡ് ബി. അപ്പോൾ എ നാൻഡ് ബി എന്ന് പറയുമ്പോൾ 0 0 ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. 0നെ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 1 ആണ്. 0 1 ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0. 0നെ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ്. 1 and 0 ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 2. 0നെ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 1 ആണ്. പിന്നെ 1 and 1 ആൻഡ് 1 and 1 എന്ന് പറയുന്നത് നമുക്ക് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് കിട്ടുക. ആ 1നെ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. അപ്പോൾ 2 വേരിയബിളിന്റെ കേസസിലുള്ള നാൻഡ് ഓപ്പറേഷൻ്റെ ട്രൂത്ത് ടേബിൾ ആണ് ഇത് വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് നോർ ഗേറ്റ്. നോർ ഗേറ്റ് എന്ന് പറയുന്നത് ആ ഒരു വേർഡ് തന്നെ ഉണ്ട്. ഓർ ഗേറ്റിന് എന്ത് ചെയ്യുന്നത്? ഓർ ഗേറ്റ് ഫോളോഡ് ബൈ എന്താണ് വരുന്നത്? നോട്ട് വരുന്നതാണ് ഇത് നോർ ഗേറ്റ്. അപ്പോൾ a NOR gate is a complemented OR gate and its name is an abbreviation of not OR. ഇവിടെ not OR അല്ല. ഓക്കെ, not OR. This is equivalent to an OR gate followed by an inverter NOT gate. അപ്പോൾ ഒരു OR gate ഉണ്ടാവും. ഓൾറെഡി നമുക്കറിയാം OR gate എങ്ങനെയാണ് വരയ്ക്കുക. നമ്മൾ ഇവിടെ ഒരു കേർവ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? OR gate വരയ്ക്കുന്നത്. അപ്പോൾ OR ഗേറ്റിനോടൊപ്പം ഫോളോഡ് ബൈ നോട്ട് ഗേറ്റ് ഇത് ഒരുമിച്ച് വരച്ചിട്ടുള്ളതാണ് ഈ ഫിഗർ. ഇത് രണ്ടും എന്താണ് സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ടുള്ളതാണ്. ദിസ് ഇസ് ദി OR gate graphic symbol and this is the NOT gate graphic symbol, right? അപ്പോൾ ഫസ്റ്റിലത്തെ എന്താണ്? നമ്മുടെ OR gate ആണ്. ഇറ്റ് ടേക്സ് മിനിമം 2 ഇൻപുട്സ് എടുത്തിരിക്കണം OR gate. ഓക്കെ, അപ്പോൾ മിനിമം 2 ഇൻപുട്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് ഓറിൻ്റെ റിസൾട്ട് ബിക്കംസ് എ ഓർ ബി. എ ഓർ ബി എന്ത് ചെയ്യും? നമ്മൾ നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ we will get A or B all complement. That is equal to A complement and B complement. The output of the NOR gate will be 1. എപ്പോഴാണ് NOR ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആകുക? ഓൺലി വെൻ ഓൾ ദ ഇൻപുട്സ് ആർ 0. എല്ലാ ഇൻപുട്സും 0 ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് NOR ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആവും. And it will be 0 if any input is 1.
ഏതെങ്കിലും ഇൻപുട്ട് 1 ആവുമ്പോൾ നമുക്ക് അതിന്റെ എന്താ കിട്ടുക, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്തായിരിക്കും നമുക്ക് കിട്ടുക, ഓർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു 1 കിട്ടും. ആ ഓർ ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ 1 കിട്ടി കഴിഞ്ഞാൽ അതിന്റെ കോംപ്ലിമെന്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ 0 ആയിരിക്കുമല്ലോ കിട്ടുക. ഓക്കെ, thus the output of the NOR gate is exactly the reverse of the OR gate. OR gate നമുക്ക് എന്ത് റിസൾട്ട് ആണോ കിട്ടുന്നത് അതിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ NOR gate എന്ന് പറയുന്നത്. The graphic symbol of a 2-input NOR gate and its equivalency to an OR gate followed by an inverter NOT gate is shown below. ഇത് നമ്മുടെ OR gateഉം NOT gateഉം ഒരുമിച്ച് വരച്ചിട്ടുള്ളതാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ടുള്ളതാണ് OR gate. അപ്പോൾ A B ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ OR gateന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A or B ആണ്. ആ A or B നെ നമ്മൾ NOT ഗേറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് കോംപ്ലിമെന്റ് ഫോർമുല. ദാറ്റ് ഈസ് ഇത് ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, A or B ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു A കോംപ്ലിമെന്റ് ആൻഡ് B കോംപ്ലിമെന്റ്. അപ്പൊ ഈ NOR ഗേറ്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഡൗൺവേർഡിലേക്ക് പോകുന്ന ഒരു തരം എയറോ, ഡൗൺവേർഡിലേക്ക് പോകുന്ന എയറോ ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ് NOR ഗേറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോ this is the graphic symbol for NOR gate. This is the OR gate followed by NOT. അപ്പോൾ the result becomes A NOR B. അപ്പോൾ the input output relationship of a 2-input NOR gates അതിന്റെ ട്രൂത്ത് ടേബിൾ ആണ്. ട്രൂത്ത് ടേബിളിൽ നമ്മൾ 2 വേരിയബിൾസ് ആണുള്ളത്, possible combinations of 4, then 0 or 0. 0 or 0 is equal to 0. 0's complement is 1. And 0 or 1 is equal to 1. 1's complement is 0. 1 or 0 is equal to 1. 1 complement 0. Then 1 or 1 is equal to 1. 1 complement equal to 0. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് നമുക്ക് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ NOR ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. എല്ലാ ഇൻപുട്ടും 0 ആണെങ്കിൽ നമ്മുടെ NOR ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, and the next gate is exclusive OR. എക്സ്ക്ലൂസീവ് ഓർ നമ്മൾ സാധാരണ XOR റെപ്രസെന്റ് ചെയ്യാറുണ്ട്. XOR എന്ന് പറയുമ്പോൾ അതെന്താണ്, അതിന്റെ ഷോർട്ട് എക്സ്ക്ലൂസീവ് ഓറിന്റെ ഷോർട്ട് ഫോം ആണ് ഇതിന്റെ XOR ഗേറ്റ് എന്ന് പറയുന്നത്. XOR ഗേറ്റ് ഇസ് ദ ഫിസിക്കൽ റിയലൈസേഷൻ ഓഫ് ദ ബൂളിയൻ ഓപ്പറേറ്റർ XOR. The XOR gate produces an output of 1 for odd numbers of 1 in the input. The XOR operator is normally denoted by the symbol ഒരു പ്ലസ്, ഒരു സർക്കിളിന്റെ ഇൻസൈഡിൽ ഒരു പ്ലസ് സിമ്പിൾ ആണ്. The graphic symbol of a 2-input XOR gate is shown below. That is നമ്മുടെ ബൂളിയൻ ഓപ്പറേറ്റർ XOR എന്ന് പറയുന്നത് OR ചെയ്യുന്നുണ്ട്. ഓക്കെ, this is the OR ഓപ്പറേറ്റർ ആണ്. ബട്ട് അതിൻ്റെ ഓടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേകമായിട്ട് ഒരു കർവ് സെപ്പറേറ്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ XOR ഇത് പ്രത്യേക, ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സർക്കിളാണ്. A XOR B എന്നാണ് ഇത് വായിക്കുക. അപ്പൊ സർക്കിളില് ഒരു പ്ലസ് സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, XOR ഓപ്പറേഷൻ ആണ് അവിടെ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ XOR ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്താ റിസൾട്ട് ലഭിക്കുക, A XOR B, എക്സ്ക്ലൂസീവ് ഓർ B എന്ന് പറയുമ്പോൾ അതെന്താണ് നന്നായിട്ട് ശ്രദ്ധിക്കുക, A കോംപ്ലിമെന്റ് B or A B കോംപ്ലിമെന്റ് എന്നാണ് അതിന്റെ റിസൾട്ട്. ഓക്കെ, A XOR B is equal to A complement B or A B complement. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഓഫ് ട്രൂത്ത് ടേബിൾ നോക്കാം നമുക്ക്. XORന്റെ 0 വരുന്ന സമയത്ത് 0 ആണ് വരുന്നത്, 0 1 വരുമ്പോൾ 1 ആണ്, 1 0 വരുമ്പോൾ എന്താ വരുന്നത് 1 ആണ്. അപ്പൊ അതെങ്ങനെ വരിക, ഇപ്പൊ 0 0 വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, 0 complement that is 1 and B that is 0 itself. Or പിന്നെന്താ വരിക, A എന്ന് പറയുന്നത് എന്താണ് 0, then B complement that is 1, that is equal to 1 and 0 is equal to
ഓക്കെ, A0 B0 ആകുന്ന സമയത്ത് A കോംപ്ലിമെന്റ് ദാറ്റ് ഇസ് 1 and B that is 0 or A that is 0 and B complement 0 into complement 1 ആണ്. അപ്പോൾ 1 and 0 is equal to 0 or 0 and 1 എന്ന് പറയുന്നത് എന്താണ് 0. This is 0 and this is 0. 0 or 0 is equal to 0. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഓർമ്മിച്ച് വെക്കുക. A XOR exclusive or B is equal to A complement B or A B complement എന്നാണ്. അത് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് അടുത്ത് എങ്ങനെ ചെയ്യാം? 0 1 ആണ് കിട്ടിയിട്ടുള്ളത്. 0 1 കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എയുടെ കോംപ്ലിമെന്റ് കാണുക, ദാറ്റ് ഈസ് 1. പിന്നെ എന്താണ്, നമുക്ക് 1ന്റെ കോംപ്ലിമെന്റ് കാണാം. 1ന്റെ കോംപ്ലിമെന്റ് കണ്ടു കഴിഞ്ഞാൽ 1ന്റെ കോംപ്ലിമെന്റ് കാണേണ്ട ആവശ്യമില്ല അല്ലേ, ദാറ്റ് ഈസ് ബി ഇറ്റ് സെൽഫ്. അപ്പൊ 1 തന്നെ വരും. ഓക്കെ, നെക്സ്റ്റ് ഓർ എ ബി കോംപ്ലിമെന്റ് ആണ് വരിക. എ എന്ന് പറയുന്നത് എന്താണ് 0 ആണ്. B കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1ന്റെ കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് 1 0 ആണ്. 1 0 വരുമ്പോൾ എന്താ വരിക, A കോംപ്ലിമെന്റ് B. A കോംപ്ലിമെന്റ് B എന്ന് പറയുന്നത് 0 and 0 or A B കോംപ്ലിമെന്റ്. A എന്ന് പറയുന്നത് എന്താണ് 1 and B കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, പിന്നെ ഒരു പോസിബിൾ കോമ്പിനേഷൻ കൂടെ ഉണ്ട്, 1 1 കൂടെ ഉണ്ട് അല്ലേ. അപ്പൊ 1 1 കൂടെ വരുന്ന സമയത്ത് എന്താ വരിക, 1 1 കൂടെ വരുന്നുണ്ട്. അപ്പൊ എന്താ വരിക, നമുക്ക് 1 കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് 0 and B that is 1 or A means 1 1 അല്ലേ വരുന്നത്, that's 1. B complement is equal to 0, that is equal to 0. അപ്പം നമുക്ക് എന്താണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇൻപുട്ട് എല്ലാ ഇൻപുട്ടും 0 ആണെങ്കിൽ XOR എക്സ്ക്ലൂസീവ് ഓറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എല്ലാ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എല്ലാ ഇൻപുട്ടും 1 ആണെങ്കിൽ നമ്മുടെ എക്സ്ക്ലൂസീവ് ഓറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. From the truth table it follows that A XOR B is equal to A complement B or A B complement in SOP form. That is sum of products formula ആണ് ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, A XOR B ന A or B പോസ്റ്റ് ഫോമിൽ എഴുതാം, A or B and A complement or B complement ഈ രീതിയിലും എഴുതാം. ഓക്കെ, ഇതെന്ത് രൂപത്തിലുള്ളത്, സം ഓഫ് പ്രൊഡക്ട്സ് ഫോമിലാണ്. ഓർ നമുക്ക് ഏത് എഴുതാം, പ്രൊഡക്റ്റ് ഓഫ് സംസ് ഫോമിലും എഴുതാം. അപ്പം ശ്രദ്ധിക്കുക, കോംപ്ലിമെന്റ് രണ്ടും ഒരുമിച്ചാണ് വേറെ ടേം ആയിട്ട് വരുന്നത്, A complement or B complement. XOR gate is available as standard logic gate in integrated circuit packages. Okay, അപ്പൊ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് പാക്കേജസിൽ ഒരു സ്റ്റാൻഡേർഡ് ഗേറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നതാണ് ഏത്, XOR. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള NAND ഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആൻഡ് ഗേറ്റ് ഫോളോഡ് ബൈ നോട്ട് ഗേറ്റ് ആണ് ഇത് NAND. NOR ഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്, OR ഗേറ്റ് ഫോളോഡ് ബൈ നോട്ട് ഗേറ്റ് ആണ്. ബട്ട് XOR ഗേറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ലോജിക് ഗേറ്റ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് പാക്കേജസിൽ അവൈലബിൾ ആണ്. ബട്ട് ആർ യൂഷ്വലി കൺസ്ട്രക്റ്റഡ് ഇന്റേണലി വിത്ത് അതർ സ്റ്റാൻഡേർഡ് ഗേറ്റ്സ്. അത് സ്റ്റാൻഡേർഡ് ഗേറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, XOR ഗേറ്റ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതർ സ്റ്റാൻഡേർഡ് ഗേറ്റ്സ് ഏതൊക്കെയാണ്, ആൻഡ് ഓർ നോട്ട്. ആൻഡ് ഓർ നോട്ട് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ XOR ഗേറ്റ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ദ ഫോളോയിങ് ഫിഗേഴ്സ് ഷോസ് ആൻഡ് ഓർ NAND ആൻഡ് NOR implementations of XOR ഗേറ്റ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് NAND implementation of XOR gate. NAND gate ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാം, XOR ഗേറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ NAND ഗേറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ XOR ഗേറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. ഒരു NAND ഗേറ്റിന്റെ ഇൻപുട്ട് നമ്മൾ A കോംപ്ലിമെന്റ് B ആണ് കൊടുക്കുന്നത്. വേറൊരു NAND ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് A B കോംപ്ലിമെന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് NAND ഗേറ്റിലൂടെ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് A കോംപ്ലിമെന്റ് B ആണ്. A കോംപ്ലിമെന്റ് B ഇൻപുട്ട് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ A കോംപ്ലിമെന്റ് B ഓൾ കോംപ്ലിമെന്റ് എന്നാണ് നമുക്ക് കിട്ടുക NAND ഗേറ്റിന്റെ റിസൾട്ട്. ഇനിയിപ്പോ A B കോംപ്ലിമെന്റ് നമ്മൾ NAND ഗേറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, A B കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് വ്യക്തമല്ലാന്ന് തോന്നുന്നു, B കോംപ്ലിമെന്റ് ഉണ്ട്, പിന്നെ ഓൾ കോംപ്ലിമെന്റ് ആണ്. ഇനി നമ്മളത് വീണ്ടും ഒരു NAND ഗേറ്റിലൂടെ തന്നെ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് A കോംപ്ലിമെന്റ് B ഓൾ കോംപ്ലിമെന്റ് ആൻഡ്
എ ബി കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് ആയിരിക്കും. കാരണം നാൻഡ് ഗേറ്റിലൂടെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത് വീണ്ടും. അപ്പൊ ഇതിനെ നമുക്ക് ഇതിന്റെ കോംപ്ലിമെന്റ് ഫോംസ് നമ്മൾ ഡി മോർഗൻസ് ലോ ഒക്കെ അപ്ലൈ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എ കോംപ്ലിമെന്റ് ബി ഓർ എ ബി കോംപ്ലിമെന്റ് എന്നാണ് ഇത്. എ കോംപ്ലിമെന്റ് ബി ഓർ എ ബി കോംപ്ലിമെന്റ് എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓർ. അപ്പൊ നമുക്ക് നാൻഡ് ഗേറ്റ്, 3 നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാം? എക്സ് ഓർ ഗേറ്റ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 3 നാൻഡ് ഗേറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം, ആദ്യത്തെ നാൻഡ് ഗേറ്റിന്റെ ഒരു നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് എ കോംപ്ലിമെന്റും ബിയും ആണ്. രണ്ടാമത്തെ നാൻഡ് ഗേറ്റിൽ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് എയും ബി കോംപ്ലിമെന്റും ആണ്. മൂന്നാമത്തെ നാൻഡ് ഗേറ്റിൽ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ആദ്യത്തെ നാൻഡ് ഗേറ്റിന്റെയും രണ്ടാമത്തെ നാൻഡ് ഗേറ്റിന്റെയും ഔട്ട്പുട്ട് ആണ് നമ്മൾ മൂന്നാമത്തെ നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എക്സ് ഓർ ഗേറ്റിന്റെ റിസൾട്ട് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ആൻഡ് ഓർ നോട്ട് ഇംപ്ലിമെന്റേഷൻ ഓഫ് എക്സ് ഓർ ഗേറ്റ്. എക്സ് ഓർ ഗേറ്റ് നമുക്ക് ആൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ടും ഓർ ഗേറ്റ് ഉപയോഗിച്ചിട്ടും നോട്ട് ഗേറ്റ് ഉപയോഗിച്ചിട്ടും ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ഈ ആൻഡ് ഓർ നോട്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഗേറ്റ് ആണ്, പ്രൈമറി ഗേറ്റ് ആണ് അല്ലെ. ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? 2 ആൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് ഉണ്ട്, ഇവിടെ വേറൊരു ആൻഡ് ഗേറ്റ് ഉണ്ട്. 2 ആൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താണ് 2 നോട്ട് ഗേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ 1 ഓർ ഗേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓർമ്മിക്കാം. അപ്പൊ നമ്മൾ ഈ ആൻഡ് ഓർ നോട്ട് ഗേറ്റ് ഉപയോഗിച്ചിട്ട് എക്സ് ഓർ ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് 2 ആൻഡ് ഗേറ്റ് ഉപയോഗിക്കണം, 2 നോട്ട് ഗേറ്റ് ഉപയോഗിക്കണം, ഒരു ഓർ ഗേറ്റ് ഉപയോഗിക്കണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? എ ബി എന്ന് പറയുന്ന 2 ഇൻപുട്സ് ഉണ്ട്. അപ്പൊ എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ആൻഡിന്റെ ഒരു ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക, ആൻഡിന്റെ ഒരു ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. പിന്നെ ആ ഇൻപുട്ട് എനെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ ഇൻപുട്ട് ആയിട്ടുള്ള ബി, ആ ബിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്ട്ലി രണ്ടാമത്തെ ആൻഡ് ഗേറ്റിലേക്ക് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്? നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഒന്നാമത്തെ ആൻഡ് ഗേറ്റിലേക്കും പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് റിസൾട്ട് കിട്ടുക എന്ന് നോക്കാം. അപ്പൊ ഇവിടെ റിസൾട്ട് കിട്ടുക എന്ന് വെച്ചാൽ ഇതിപ്പം ബി പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ബി നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ നമുക്ക് കിട്ടുക? ബി കോംപ്ലിമെന്റ് ആണ് കിട്ടുക അല്ലെ. അപ്പൊ ഇവിടെ ബി കോംപ്ലിമെന്റ് കിട്ടും. പിന്നെ എ നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? എ കോംപ്ലിമെന്റ് ആണ് കിട്ടുക. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ആൻഡ് ഗേറ്റിലൂടെ ഏതൊക്കെയാണ് ആൻഡ് ഗേറ്റിന്റെ ഇവിടെയുള്ള ഇൻപുട്സ് ഏതൊക്കെയാണ്? എയും പിന്നെ എന്താണ് എയും ബി കോംപ്ലിമെന്റും ആണ്. അപ്പൊ അത് ആൻഡ് ഗേറ്റിലൂടെ പാസ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? എ ബി കോംപ്ലിമെന്റ്. ഇവിടെ കോംപ്ലിമെന്റ് ഉണ്ട്, എ ബി കോംപ്ലിമെന്റ് എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ നമ്മൾ രണ്ടാമത്തെ ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ബിയും പിന്നെ എ കോംപ്ലിമെന്റും ആണ്. അപ്പൊ ഇവിടെ എന്താ കിട്ടുക? നമുക്ക് എ കോംപ്ലിമെന്റും ബിയും കിട്ടും. അപ്പൊ ഇതിനെ രണ്ടിനെയും നമുക്ക് ഓർ ഗേറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഓർ എ എക്സ് ഓർ ബിയുടെ റിസൾട്ട് ആണ് കിട്ടുക. എ ബി കോംപ്ലിമെന്റ് ഓർ എ കോംപ്ലിമെന്റ് ബി എന്ന് കിട്ടും. അപ്പൊ ആൻഡ് ഓർ നോട്ട് ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് എക്സ് ഓർ ഇംപ്ലിമെന്റ് ചെയ്തതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നെക്സ്റ്റ് അപ്പൊ നമ്മൾ ഇതിന്റെ മൂന്നാമത്തെ രീതി നമുക്ക് എക്സ് ഓർ ഗേറ്റ് ഉണ്ടാക്കാം. നോർ ഉപയോഗിച്ചിട്ട്, നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ട്. നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ഓർ അല്ലെ, അല്ലെങ്കിൽ ഓർ ഫോളോഡ് ബൈ നോട്ട് ഗേറ്റ് ആണ് നമ്മൾ എന്താണ് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാം? എക്സ് ഓർ ഗേറ്റ് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ എത്ര നോർ ഗേറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്? നമ്മൾ 3 നോർ ഗേറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ നോർ ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് എയും ബി ആണ്. രണ്ടാമത്തെ നോർ ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണ്? ഫസ്റ്റ് നോർ ഗേറ്റിലൂടെ എയും ബിയും നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുക? എ ഓർ ബി ഓൾ കോംപ്ലിമെന്റ് കിട്ടും. നെക്സ്റ്റ് സെക്കൻഡ് നോർ ഗേറ്റിലൂടെ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എ കോംപ്ലിമെന്റ് ഓർ ചെയ്യുന്നുണ്ടല്ലോ, ഓർ ബി കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് കിട്ടും. ആൻഡ് ഇതിനെ വീണ്ടും നമുക്ക് ഈ 2 ഔട്ട്പുട്ടിനെ നമ്മൾ വീണ്ടും ഒരു നോർ ഗേറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എ ഓർ ബി ഹോൾ കോംപ്ലിമെന്റ് ഓർ എ കോംപ്ലിമെന്റ് ഓർ ബി കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് കിട്ടും. ഇനി നമ്മൾ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുക? നമ്മുടെ പോസ്റ്റ് ഫോമിലാണ് കിട്ടുക. എ ഓർ ബി ആൻഡ് എ കോംപ്ലിമെന്റ് ഓർ ബി കോംപ്ലിമെന്റ് കിട്ടും. ഇതെന്താണ്? നമ്മുടെ പ്രൊഡക്റ്റ് ഓഫ് സംസ് ഫോമിലാണ്. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എക്സ് ഓർ ഗേറ്റിന് ഈക്വൽ ആണ്.
ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ഡിഫറെന്റ് ഗേറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് XOR ഗേറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. നാൻഡ് ഇംപ്ലിമെന്റേഷൻ, നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് NOR ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് XOR ഗേറ്റ്